നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇറാനിൽ തുടരുന്ന ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണെന്ന് കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. അഹങ്കാരത്തോടെ ലോകത്തെ വിധിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ തകർച്ച ഉടനുണ്ടാകും എന്നതാണ് ഖമേനിയുടെ ശക്തമായ മുന്നറിയിപ്പും ഒരു താക്കീത്. കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇറാനിൽ തുടരുന്ന സംഘർഷങ്ങൾക്കിടെയാണ് ട്രംപിനെ നേരിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഖമേനിയുടെ പ്രസംഗം പുറത്തു വന്നത്. ചരിത്രത്തിലെ അഹങ്കാരികളായ ഭരണാധികാരികളായ ഫറോവയെയും നിബോദ്രിനെയും ഇറാനിലെ പഴയ രാജാവ് മുഹമ്മദ് റസ പഹ്ലവിയെയും പോലെ ട്രംപ് തകർന്നു വീഴുമെന്നും ഖമേനി പറയുന്നു. അധികാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരം സ്വേച്ഛാധിപതികൾക്ക് പതനം സംഭവിക്കാറുള്ളത്. ഇത് കൃത്യമായി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇറാനിൽ നടക്കുന്ന അക്രമങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും പിന്നിൽ അമേരിക്കയാണെന്നും അദ്ദേഹം ആരോപിച്ചു. രാജ്യത്തെ കെട്ടിടങ്ങൾ നശിപ്പിക്കുന്നവർ ട്രംപിനെ പ്രീണിപ്പിക്കാനാണ് ഇത് ചെയ്യുന്നത്. സ്വന്തം രാജ്യം ഭരിക്കാൻ അറിയാത്തവനാണ് ട്രംപ് എന്നും ഖമേനി പരിഹസിച്ചു. സബോട്ടേഴ്സിനെ കണ്ട് രാജ്യം പിന്നോട്ടു പോകില്ലെന്നും വിദേശികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കൂലിപ്പടയാളികളെ ഇറാന്റെ മണ്ണ് തിരസ്കരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിഷേധക്കാർക്ക് നേരെ ഇറാൻ സൈന്യം വെടിയുതിർത്താൽ അമേരിക്ക കടുത്ത സൈനിക നടപടി സ്വീകരിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയത്. അവർ ആ ജനതയോട് മോശമായി പെരുമാറിയാൽ ഞങ്ങൾ അവരെ ശക്തമായി പ്രഹരിക്കുമെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഇതിനു മറുപടിയായാണ് ഇറാൻ ഇപ്പോൾ രംഗത്തെത്തിയത്. മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ട് അനുസരിച്ച് പ്രതിഷേധങ്ങളിൽ ഇതുവരെ 40-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. 2300-ഓളം പേരെ ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്തു. പ്രതിഷേധം ഏകോപിപ്പിക്കുന്നത് തടയാൻ രാജ്യം മുഴുവൻ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഫോൺ കോളുകളും നിയന്ത്രണമുണ്ട്. ഇറാന്റെ കറൻസിയായ റിയാൽ അമേരിക്കൻ ഡോളറിനെതിരെ പകുതിയിലേറെ ഇടിഞ്ഞതാണ് ജനങ്ങളെ തെരുവിലിറക്കിയത്. രാജ്യത്തെ പണപ്പെരുപ്പം 42% മുകളിലാണ്. അതേസമയം ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെയുള്ള പ്രക്ഷോഭം വ്യാപിക്കുന്നതിനിടെ ട്രംപിന്റെ ഇടപെടൽ, അതായത് ട്രംപിന്റെ അടിയന്തരമായ ഒരു ഇടപെടൽ വേണം എന്നാണ് റിസ പഹ്ലവി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ആരാണ് ഈ റിസ പഹ്ലവി എന്നുകൂടി അറിയണ്ടേ? 1979 ഇസ്ലാമിക വിപ്ലവത്തിന്റെ അധികാരം നഷ്ടപ്പെട്ട ഷാ ഭരണാധികാരിയായ മുഹമ്മദ് റിസ പഹ്ലവിയുടെ മകനാണ് റിസ പഹ്ലവി. ഇസ്ലാമിക് വിപ്ലവത്തെ തുടർന്ന് ഇറാനിൽ നിന്നും പലായനം ചെയ്ത റിസ പഹ്ലവി ഇപ്പോൾ യുഎസിലാണ് താമസിക്കുന്നത്. ഇറാനിൽ ആദ്യം ടെഹ്റാനിലും ചില നഗരങ്ങളിലും മാത്രമായിരുന്നു പ്രക്ഷോഭം. എന്നാൽ ഇപ്പോൾ അത് അനവധി നഗരങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. രാജ്യത്തെ 31 പ്രവിശ്യകളിലും പ്രതിഷേധം കത്തിപ്പടരുന്നതായാണ് റിപ്പോർട്ട്. ജനകീയ പ്രക്ഷോഭം ആളിക്കത്തുന്നതിനിടെ രാജ്യത്താകെ ഇന്റർനെറ്റ് നിരോധിച്ചു. പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 62 എന്നുള്ള റിപ്പോർട്ടുകളും, അതായത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുണ്ട്. 2500 പേരെ കൂടുതൽ കരുതൽ തടങ്കിലാക്കിയിട്ടുണ്ട്. ഡിസംബർ 28-ന് വിലക്കയറ്റത്തിനെതിരെ ആരംഭിച്ച സമരത്തെ കർശനമായാണ് ഇറാൻ ഭരണകൂടം നേരിട്ടത്. എന്നാൽ പ്രതിഷേധം വ്യാപിച്ചതോടെ പോലീസ് നടപടികൾ മയപ്പെടുത്തി. പ്രതിഷേധക്കാരെ കൊലപ്പെടുത്തിയാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന ട്രംപിന്റെ തള്ളലും എത്തിയതോടെ ഇറാനിലെ ജനത എന്തായാലും തെരുവിലിറങ്ങി പ്രക്ഷോഭത്തിന് കൂടുതൽ ആക്കം കൂട്ടിയിരിക്കുകയാണ്. എന്തായാലും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ ട്രംപിന് സമയം ഏതാണ്ട് അടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇറാൻ പരമോന്നത നേതാവ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്.